മലയാളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിലെ തന്നെ ആദ്യ സൂപ്പർ ഹീറോ വുമൺ സിനിമയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് പറയുന്നത്. ഗംഭീര പെർഫോമൻസും അതുപോലെ തന്നെ വിഷ്വൽ എഫക്റ്റും എല്ലാം കൊണ്ട് ഏറ്റവും മികച്ച സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര തരുന്നത്. ഈ ഒരു 2 ദിവസത്തിനകം തന്നെ ഒരു പാൻ ഇന്ത്യൻ ഇമ്പാക്റ്റാണ് ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടായത്. ഈ സിനിമയിലെ മെയിൻ കോർ എന്ന് പറയുന്നത് കല്യാണി പ്രിയദർശൻ്റെ ചന്ദ്ര എന്ന പറഞ്ഞ കഥാപാത്രം തന്നെയാണ്. നമ്മൾ ആഞ്ചലിന ജൂലിയൊക്കെ ചെയ്ത ലാറ ക്രോഫ്റ്റ്, ടോം റൈഡർ എന്ന് പറഞ്ഞ സിനിമയിലെ ആക്ഷൻ സീൻസും അതുപോലെ കിൽ ബില്ലിലെ ആ ഒരു ആക്ഷൻ, അങ്ങനെയൊക്കെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരുപാട് ആക്ഷൻ സീക്വൻസ് എല്ലാം കല്യാണി ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഒരു സിനിമയിൽ കൈയ്യടി നേടേണ്ട 2 കഥാപാത്രങ്ങളുണ്ട്. അവരെ പറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് പറഞ്ഞ സിനിമയിൽ കല്യാണി പ്രിയദർശൻ, നസ്ലിൻ അങ്ങനെ ഒരുപാട് താരനിരകളുണ്ടെങ്കിലും കൈയ്യടി നേടേണ്ട 2 കഥാപാത്രങ്ങളുണ്ട്. അതിലൊന്നാണ് ചന്ദ്രയുടെ അമ്മവേഷം ചെയ്ത ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. പുള്ളിക്കാരിയുടെ പേര് നിത്യശ്രീ എന്നാണ്. ഒരു ട്രൈബലിലെ ആ ഒരു ഫോർമേഷൻ കാണിക്കുന്നത്, ചന്ദ്ര എങ്ങനെയാണ് ഇവല്യൂഷൻ ചെയ്യുന്ന ഒരു ഫോർമേഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു പാസ്റ്റ് കാണിക്കുന്നുണ്ട്. അതിൽ ചന്ദ്രയുടെ കുട്ടിക്കാലം കാണിക്കുമ്പോൾ അതിൽ അമ്മവേഷം ചെയ്തത് നിത്യശ്രീയുടെ ഒരു കഥാപാത്രമാണ്. ഗംഭീര പെർഫോമൻസ്. അങ്ങനെ അധികം വലിയ സ്ക്രീൻ പ്രസൻസ് ഒന്നും ഇല്ലെങ്കിൽ കൂടിയും ഉള്ള സ്ക്രീൻ പ്രസൻസിൽ ഇമോഷൻ സീൻസൊക്കെ മനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാൻ പറ്റും ആ ഒരു കഥാപാത്രം അത്രത്തോളം ആഴത്തിൽ പതിക്കുന്നുണ്ട്. കാരണം അത്ര ഒരു സ്പേസ് അതിന് കൊടുത്തിട്ടുണ്ട്. ഇമോഷണലി കണക്ട് ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് ഈ നിത്യശ്രീയുടെ ഒരു കഥാപാത്രം എന്ന് പറയുന്നത്. അതായത് ചന്ദ്രയുടെ അമ്മയുടെ ഒരു കഥാപാത്രം എന്ന് പറയുന്നത്. മനോഹരമായിട്ടാണ് അതിനെ ഒന്ന് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ കഥാപാത്രം എന്ന് പറയുന്നത് അതാണ് ഏറ്റവും കൂടുതൽ കൈയ്യടി നേടേണ്ട കഥാപാത്രം എന്ന് പറയുന്നത്. അതായത് ചന്ദ്രയുടെ കുട്ടിക്കാലം ചെയ്ത ആ കൊച്ചുകുട്ടിയുണ്ട്. കൊച്ചുകുട്ടിയുടെ പേര് ഞാനിങ്ങനെ നോക്കിയപ്പോൾ കിട്ടിയത് ക്ഷേത്ര സമീക്ഷ എന്ന് പറഞ്ഞ പെൺകുട്ടിയാണ്. എനിക്ക് തോന്നുന്നു നമ്മളെ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം, അതായത് കഴിഞ്ഞ വരുന്ന ഈ വീഡിയോകളിലെല്ലാം ഇവരുടെ ഒരു തിയേറ്റർ വിസിറ്റ് ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ കൈയ്യടി കിട്ടുന്ന ആ കൊച്ചുകുട്ടിക്കായിരുന്നു. അതായത് കല്യാണി പ്രിയദർശൻ്റെ ചന്ദ്ര എന്ന് പറഞ്ഞതിൻ്റെ കൊച്ചുകുട്ടിയുടെ കാലം കാണിക്കുന്ന ഒരു സീനുണ്ട്. അതിലൊരു പെർഫോമൻസ് ഉണ്ട് ഈ കുട്ടിയുടെ, ഒരു രക്ഷയില്ലാത്തൊരു പെർഫോമൻസ്. അതായത് പ്രായമൊന്നും അവിടെ ഒരു ബാരിയറേ അല്ല. അമ്മാരി പെർഫോമൻസാണ് ആ കുട്ടി കാണിച്ചു വെച്ചേക്കുന്നത്. അതായത് ഇമോഷണൽ സീനാണെങ്കിലും ആക്ഷൻ സീക്വൻസ് ആണെങ്കിലും മനോഹരമായിട്ടെന്ന് പറഞ്ഞാൽ അതിഗംഭീരമായിട്ടാണ് ചെയ്യുന്നത്. കുറച്ച് സമയമേ ഉള്ളൂ, ആ സമയത്തിലുണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് വളരെ വലുതാണ്. ഉറപ്പായിട്ടും ഈ ഒരു ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് പറഞ്ഞ സിനിമയിൽ ഏറ്റവും കൂടുതൽ കൈയ്യടി നേടുന്ന ആ ഒരു കഥാപാത്രം തന്നെയാണ്. ക്ഷേത്ര സമീക്ഷയുടെ ഈ ഒരു ചന്ദ്രയുടെ കുട്ടിക്കാലം ചെയ്ത കഥാപാത്രം തന്നെയാണ്. എത്ര മനോഹരമായിട്ട് ചെയ്യുന്ന പറയും. ആക്ഷൻ സീക്വൻസ് ഒന്നും ഒരു രക്ഷയില്ല. ഇനി വരുന്ന സമയത്തിൽ ഏറ്റവും കൂടുതൽ കൈയ്യടി നേടും ഈ ഒരു കഥാപാത്രത്തിനായിരിക്കും. അതുപോലെ തന്നെ OTT റിലീസ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് കിട്ടാൻ പോകുന്ന കഥാപാത്രവും ഈ കൊച്ചുകുട്ടിയുടെ കഥാപാത്രമായിരിക്കും. ഓൾറെഡി നമ്മൾ ബാക്കി കഥാപാത്രങ്ങളെക്കുറിച്ച് എല്ലാം പറഞ്ഞിട്ടാണ്. അപ്പോൾ ഈ ഒരു 2 കഥാപാത്രങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാണ് എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല്.